നമസ്കാരം. ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയാണ് ആകാശം ഒരു ടൈം മെഷീനാണെന്ന്. വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമുണ്ടാവും അല്ലേ? പക്ഷെ സംഭവം സത്യമാണ്. നമ്മൾ മുകളിലേക്ക് നോക്കുമ്പോൾ കാണുന്നത് വെറും നക്ഷത്രങ്ങളെയല്ല, മറിച്ച് കോടിക്കണക്കിന് വർഷം പുറകിലുള്ള പ്രപഞ്ചത്തിന്റെ ഭൂതകാലത്തെയാണ്. അപ്പോ ഇതെങ്ങനെയാണ് സാധ്യമാകുന്നത്? നമുക്കൊരുമിച്ച് ഈ പ്രപഞ്ച സമയയാത്രയുടെ രഹസ്യം എന്താണെന്ന് നോക്കാം. അപ്പൊ നമുക്ക് വളരെ വിചിത്രമായൊരു ചോദ്യം ചോദിച്ചു തുടങ്ങിയാലോ? ഇപ്പോൾ ഈ നിമിഷം നമ്മുടെ ഭൂമിയിൽ ദിനോസറുകളുണ്ടോ? ഇല്ല എന്ന് നിങ്ങൾ ഉറപ്പിച്ചു പറയും, അല്ലേ? പക്ഷേ പ്രപഞ്ചത്തിന്റെ മറ്റേതോ കോണിലിരുന്ന് നമ്മളെ നോക്കുന്ന ഒരാളുണ്ടെങ്കിൽ അയാൾക്ക് നിങ്ങളുടെ ഉത്തരം തെറ്റാണെന്ന് തോന്നും. കാരണം അയാളുടെ കാഴ്ചയിൽ ഭൂമിയിൽ ഇപ്പോഴും ദിനോസറുകളുണ്ട്. ഇതെങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് ഒരു ചെറിയ യാത്ര പോകാം. ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. നമ്മളിൽ നിന്ന് 65 ദശലക്ഷം പ്രകാശവർഷം അകലെ ഗാലക്സികളുടെ തിരക്കിനിടയിലൊരു ചെറിയ ഗ്രഹമുണ്ട്. അതിന്റെ പേരാണ് സെഫയർ. അപ്പോ ഈ സെഫയർ ഗ്രഹത്തില് ലൂക്ക എന്നു പേരുള്ള ഒരാളുണ്ട്, ഒരു അന്യഗ്രഹജീവി. ലൂക്കയുടെ കയ്യിലാണെങ്കില് ഈ പ്രപഞ്ചത്തിലെ തന്നെ ഏറ്റവും പവർഫുള്ളായ ഒരു ടെലിസ്കോപ്പും ഉണ്ട്. ഒരു ദിവസം വെറുതെ ഇരുന്നപ്പോ അവൻ ആ ടെലിസ്കോപ്പ് നമ്മുടെ ഭൂമിക്ക് നേരെ തിരിച്ചുവെച്ചു. അപ്പോ ഇവിടെ നമ്മൾ 2026 ഈ വിശകലനം കേട്ടോണ്ടിരിക്കുമ്പോ ലൂക്ക അവന്റെ ടെലിസ്കോപ്പിലൂടെ കാണുന്നതെന്താണെന്നറിയോ? നമ്മളെയൊന്നുമല്ല, അവൻ കാണുന്നത് ഭീമാകാരന്മാരായ ദിനോസറുകൾ. മനുഷ്യനെന്നൊരു ജീവി ഈ ഭൂമിയിലുണ്ടാകുന്നതിനും എത്രയോ മുൻപുള്ളൊരു കാലം. അപ്പോ ലൂക്ക ഡൈനോസറുകളെ കാണുന്നു. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ഇതിന് പിന്നിലെ ശാസ്ത്രമെന്താണ്? നമുക്ക് നോക്കാം. ഇതെങ്ങനെയാണ് ശരിയാവുന്നത്? ലൂക്ക കാണുന്നത് വെറും കെട്ടുകഥയാണോ, അതോ അവന്റെ കാഴ്ചയാണോ ശരി? ഇതിന്റെ എല്ലാം ഉത്തരം ഒരൊറ്റ കാര്യത്തിലുണ്ട്. അതാണ് പ്രകാശത്തിന്റെ വേഗത. നമുക്കറിയാം, പ്രകാശത്തിന് ഒരു നിശ്ചിത വേഗതയുണ്ട്. അത് ഭയങ്കര വേഗമാണെങ്കിലും അത് അനന്തമല്ല. അതായത് പ്രകാശത്തിന് ഒരിടത്തുനിന്ന് മറ്റൊരിടത്തേക്കെത്താൻ കുറച്ചു സമയം വേണം. ഏകദേശം ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ. ഒന്നാലോചിച്ചു നോക്കൂ. കണ്ണ് ചിമ്മിത്തറക്കുന്ന നേരം കൊണ്ട് ഭൂമിയെ 7.5 തവണയൊക്കെ ചുറ്റിവരാനുള്ള സ്പീഡ്. ഈ പ്രപഞ്ചത്തിലെ അൾട്ടിമേറ്റ് സ്പീഡ് ലിമിറ്റാണിത്. ഒന്നിനും ഇതിനേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കാൻ പറ്റില്ല. വളരെ ലളിതമായൊരു ഉദാഹരണം പറയാം. നമ്മുടെ സൂര്യൻ. സൂര്യനിൽ നിന്ന് പ്രകാശം ഇവിടെ ഭൂമിയിലെത്താൻ ഏകദേശം 8 മിനിറ്റ് വേണം. അതിന്റെ അർത്ഥമെന്താണെന്നറിയോ? നമ്മളിപ്പോൾ കാണുന്ന സൂര്യൻ അത് 8 മിനിറ്റ് മുൻപുള്ള സൂര്യനാണ്. ഒരുപക്ഷേ ഈ നിമിഷം സൂര്യൻ അവിടെ പൊട്ടിത്തെറിച്ചു പോയാൽ പോലും ആ വിവരം നമ്മളറിയാൻ ഒരു 8 മിനിറ്റ് എടുക്കും. അപ്പൊ നോക്കൂ, തൊട്ടടുത്തുള്ള സൂര്യന്റെ കാര്യം ഇതാണെങ്കിൽ കോടാനുകോടി കിലോമീറ്റർ അകലെയുള്ള നക്ഷത്രങ്ങളുടെ കാര്യം എന്തായിരിക്കും? പ്രകാശത്തിന്റെ ഈ ടൈം ട്രാവലിനെപ്പറ്റി നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽഡായിട്ട് നോക്കാം. ഈയൊരു പ്രതിഭാസത്തിനാണ് ശാസ്ത്രജ്ഞർ ഒരു പേരിട്ടിരിക്കുന്നത്, ലുക്ക് ബാക്ക് ടൈം. നിയമം വളരെ സിമ്പിളാണ്. നമ്മളും ഒരു വസ്തുവും തമ്മിലുള്ള ദൂരം കൂടുന്തോറും നമ്മൾ കാണുന്ന ആ കാഴ്ചയുടെ പഴക്കവും കൂടിവരും. ചുരുക്കി പറഞ്ഞാൽ, നമ്മൾ ആകാശത്തേക്ക് നോക്കുമ്പോഴൊക്കെ നമ്മൾ നോക്കുന്നത് ഭൂതകാലത്തിലേക്കാണ്. അപ്പോ ഇപ്പൊ നിങ്ങൾക്ക് ലൂക്കയുടെ കാര്യം കൃത്യമായി മനസ്സിലായിട്ടുണ്ടാവുമല്ലേ? അവൻ 65 ദശലക്ഷം പ്രകാശവർഷം അകലെയായതുകൊണ്ട് ദിനോസറുകളുടെ കാലം കാണുന്നു. ഒരുപക്ഷേ അവൻ കുറച്ചുകൂടി അടുത്ത്, ഒരു 2000 പ്രകാശവർഷം മാത്രം അകലെയായിരുന്നെങ്കിലോ? അവൻ കാണുന്നത് പുരാതന റോമൻ സാമ്രാജ്യമായിരുന്നേനെ. അതായത് ഏതൊരു വസ്തുവിനെയും അതിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ കാണണമെങ്കിൽ നമ്മൾ അതിന്റെ തൊട്ടടുത്ത് തന്നെ നിൽക്കണം. അപ്പോ പ്രപഞ്ചം അതിന്റെ ഭൂതകാലം നമ്മളിൽ നിന്ന് ഒളിപ്പിച്ചു വയ്ക്കുകയാണോ? ഒരിക്കലുമല്ല. സത്യത്തിൽ ഇതൊരു ശാപമല്ല, ഒരു അനുഗ്രഹമാണ്. ശാസ്ത്രജ്ഞരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ടൈം മെഷീൻ തന്നെയാണ്. ഈ ഒരു കോസ്മിക് ടൈം മെഷീൻ ഉണ്ടല്ലോ, ഇത് വെച്ചിട്ടാണ് ശാസ്ത്രലോകം പ്രപഞ്ചത്തിന്റെ ഏറ്റവും വലിയ പല രഹസ്യങ്ങളും ചുരുളഴിക്കുന്നത്. പ്രപഞ്ചം എങ്ങനെയുണ്ടായി എന്നറിയാൻ സഹായിക്കുന്ന ബിഗ് ബാങ്ങിനെപ്പറ്റി പഠിക്കാൻ, നക്ഷത്രങ്ങൾ എങ്ങനെ ജനിക്കുന്നു, ജീവിക്കുന്നു, മരിക്കുന്നു എന്ന് നിരീക്ഷിക്കാൻ, പ്രപഞ്ചം ഇപ്പോഴും വികസിച്ചുകൊണ്ടിരിക്കുകയാണോ എന്ന് തെളിയിക്കാൻ, എന്തിനേറെ നമ്മളെപ്പോലെ മറ്റെവിടെങ്കിലും ജീവനുണ്ടോ എന്നുവരെ തിരയാൻ ഈ ലുക്ക് ബാക്ക് ടൈം നമ്മളെ സഹായിക്കുന്നുണ്ട്. ആദ്യത്തെ കാര്യം തന്നെ എടുക്കാം, പ്രപഞ്ചത്തിന്റെ തുടക്കം. നമ്മൾ എത്രത്തോളം ദൂരേക്ക് നോക്കുന്നോ അത്രയും പഴയ കാഴ്ചയാണ് നമുക്ക് കിട്ടുന്നത്. ജെയിംസ് വെബ് പോലെയുള്ള സൂപ്പർ ടെലിസ്കോപ്പുകൾ ശ്രമിക്കുന്നതെന്താണെന്നറിയുമോ? ഏകദേശം 13,800 കോടി പ്രകാശവർഷം അകലേക്ക് നോക്കി പ്രപഞ്ചം ഉണ്ടായ സമയത്തെ ആ ആദ്യത്തെ പ്രകാശകിരണങ്ങളെ പിടിച്ചെടുക്കാനാണ്. പ്രപഞ്ചത്തിന്റെ ആ ആദ്യത്തെ പുലരി. ഇനി അടുത്തത് നക്ഷത്രങ്ങളുടെ ജീവിതം. ഒരേ സമയം ആകാശത്തേക്ക് നോക്കിയാൽ മതി നമുക്കൊരു നക്ഷത്രം ജനിക്കുന്നതും അതിന്റെ യൗവനവും വാർദ്ധക്യവും, എന്തിന് അത് മരിക്കുന്നതുവരെ കാണാൻ പറ്റും. എങ്ങനെയെന്നല്ലേ?
വളരെ ദൂരെയുള്ള നക്ഷത്രങ്ങൾ അവയുടെ കുട്ടിക്കാലം നമുക്ക് കാണിച്ചുതരും. അതേസമയം നമ്മുടെ തൊട്ടടുത്തുള്ള നക്ഷത്രങ്ങൾ അവയുടെ ഇപ്പോഴത്തെ അവസ്ഥയും കാണിച്ചുതരും. ശാസ്ത്രജ്ഞർ ഇതിനെ വളരെ രസകരമായിട്ടാണ് പറയുന്നത്. ഇത് നക്ഷത്രങ്ങളുടെ ഒരു ഫാമിലി ആൽബം തുറന്നു നോക്കുന്നത് പോലെയാണത്രേ. ഒരൊറ്റ ആൽബത്തിൽ ഒരു കുഞ്ഞ് ജനിക്കുന്ന ഫോട്ടോയും കൗമാരത്തിലെ ഫോട്ടോയും വാർദ്ധക്യത്തിലെ ഫോട്ടോയും ഒരേ പേജിൽ കാണുന്നത് പോലെ. ഇനി വേറൊരു കാര്യം, പ്രപഞ്ചം ഇപ്പോഴും വികസിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് നമ്മൾ കേട്ടിട്ടില്ലേ? അതെങ്ങനെയാണ് കണ്ടെത്തിയതെന്നറിയാമോ? അതും ഈ ലുക്ക് ബാക്ക് ടൈം ഉപയോഗിച്ചാണ്. വളരെ ദൂരെയുള്ള ഗാലക്സികൾ നമ്മളിൽ നിന്ന് അതിവേഗം അകന്നു പോകുമ്പോൾ അവയിൽ നിന്നുള്ള പ്രകാശം കുറച്ചൊന്ന് വലിഞ്ഞ് അതിന്റെ നിറം ചുവപ്പായി മാറും. ഇതിനെയാണ് റെഡ് ഷിഫ്റ്റ് എന്ന് പറയുന്നത്. ഈ റെഡ് ഷിഫ്റ്റ് നിരീക്ഷിച്ചാണ് പ്രപഞ്ചം ഇപ്പോഴും വലുതായിക്കൊണ്ടിരിക്കുകയാണെന്ന് ശാസ്ത്രജ്ഞർ ഉറപ്പിച്ചത്. ഇതുകൊണ്ടൊന്നും തീർന്നില്ല. സാധ്യതകൾ ഇനിയുമുണ്ട്. ഒന്നാലോചിച്ചു നോക്കൂ. കോടിക്കണക്കിന് വർഷം മുൻപ് ഒരു അന്യഗ്രഹത്തിൽ നിന്ന് പുറപ്പെട്ട പ്രകാശത്തെ ഇന്ന് പിടിച്ച് അനലൈസ് ചെയ്താൽ അന്ന് ആ ഗ്രഹത്തിന്റെ അന്തരീക്ഷത്തിൽ ഓക്സിജനോ വെള്ളമോ, അതായത് ജീവന്റെ തുടിപ്പുകൾ ഉണ്ടായിരുന്നോ എന്നുവരെ കണ്ടെത്താൻ കഴിഞ്ഞേക്കും. അതുപോലെ ഭീമാകാരമായ തമോഗർത്തങ്ങൾക്കടുത്തുകൂടി പ്രകാശം വളഞ്ഞുപോകുന്നത് പഠിക്കുന്നതിലൂടെ അവയുടെ സ്വഭാവത്തെക്കുറിച്ചും ചരിത്രത്തെക്കുറിച്ചും നമുക്ക് കൂടുതൽ മനസ്സിലാക്കാനും സാധിക്കും. അപ്പോ ഇത്രയും കേട്ടതിൽ നിന്നൊരു കാര്യം വ്യക്തമാണ്. നമ്മൾ രാത്രി ആകാശത്തേക്ക് നോക്കുമ്പോൾ കാണുന്നത് കുറേ മിന്നിത്തിളങ്ങുന്ന പൊട്ടുകൾ മാത്രമല്ല. നമ്മൾ വായിക്കുന്നത് പ്രപഞ്ചം തന്നെ നമുക്കായി തുറന്നുവെച്ച ഒരു ഭീമാകാരമായ ചരിത്രപുസ്തകമാണ്. ഒരു പക്ഷേ ഈ മുഴുവൻ വിശകലനത്തിൽ നിന്നും നമ്മൾ ഓർത്തുവെക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ആശയം ഇതാണ്: നമ്മുടെ കണ്ണുകൾക്ക് കാണാൻ കഴിയുന്ന ഏറ്റവും പഴയ, ഏറ്റവും വലിയ ചരിത്രപുസ്തകമാണ് ആകാശം. അതിലെ ഓരോ നക്ഷത്രവും ഭൂതകാലത്തിലെ ഓരോ പേജുകളാണ്. ഇപ്പോ ഭൂമിയുടെ ചരിത്രം പഠിക്കാൻ പുരാവസ്തു ഗവേഷകർ മണ്ണ് കുഴിക്കുന്നില്ലേ? അതുപോലെയാണ് ജ്യോതിശാസ്ത്രജ്ഞർ. അവർ പ്രപഞ്ചത്തിന്റെ ചരിത്രം വായിക്കാൻ തങ്ങളുടെ ടെലിസ്കോപ്പുകൾ ഉപയോഗിച്ച് ആകാശത്തേക്ക് നോക്കുന്നു. കോടാനുകോടി വർഷം പഴക്കമുള്ള വിവരങ്ങളാണ് പ്രകാശത്തിന്റെ രൂപത്തിൽ അവർ ശേഖരിക്കുന്നത്. അതുകൊണ്ട് ഇനി നിങ്ങൾ രാത്രിയിൽ പുറത്തിറങ്ങി ആകാശത്തേക്ക് നോക്കുമ്പോൾ ഈ ഒരു കാര്യം ഒന്നോർക്കണം. എന്നിട്ട് സ്വയം ചോദിക്കണം, ഞാനിപ്പോൾ കാണുന്നത് ശൂന്യമായ സ്ഥലത്തെയാണോ അതോ ഒഴുകിപ്പോയ സമയത്തെയാണോ?